Hello friends, welcome to English classroom. Dears, today we are discussing the vocabulary activities unit 4. വാക്കുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ വൊക്കബുലറി എന്ത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെ ഭാഗത്തിൽ നമുക്കറിയാൻ കൃത്യമായിട്ട് നല്ലോണം ശ്രദ്ധിക്കണം. Ready? Shall we move on? The first activity is some words from the story are given in column A. Match the words in column A with their appropriate meaning in column B. മനസ്സിലായിട്ടുണ്ടാവില്ല, രണ്ട് കോളത്തിലായിട്ട് ഒരു ഭാഗത്ത് വാക്കുകളും മറ്റേ ഭാഗത്ത് അതിൻ്റെ അർത്ഥങ്ങളും ഉണ്ട്. അത് മാച്ച് ചെയ്യാനാണ്. ദിസ് ഈസ് ദ ടേബിൾ. സി, ഇതൊക്കെ നമുക്കറിയില്ല. വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ valedictorian, agile, despair, falsify, resign, coincidence, fidget, dismay, muster, while, eavesdrop, beanpole. ഹലോ, സത്യങ്ങൾ ചെയ്യപ്പെട്ടം ചെയ്യും. To give up, to behave nervously or restlessly, slang for a tall thin person, to gather or summon up, to summon up, to listen secretly to a private conversation, loss of courage in the face of trouble, able to move quickly and easily, disgusting, unpleasant, to make false by adding or changing, an accidental sequence of events, a student with the highest academic rank in a class, to lose hope. ഏതാണ് as an example, you know, valedictorian means a student. Here you see a student with the highest academic rank in a class. നിങ്ങൾ ബുക്കിൻ്റെ ചോദ്യം നോക്കാൻ നിങ്ങൾക്ക് എന്നിട്ട് എളുപ്പം ചെയ്യാം. ക്ലിയർ അല്ലേ? ഇപ്പോൾ valedictorian നേരെ എഴുതേണ്ടി വരിക, ഇത് എഴുതുക. അതുപോലെ ബാക്കിയുള്ള the remaining. Please try to do it very fast. You may pause it and write it. Right, we are moving to the answer. ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ, എന്നിട്ടാ കാണേണ്ടത്. See, valedictorian we have discussed. Agile means able to move quickly and easily. നല്ല ചുറുചുറുക്കുള്ളതൊക്കെ അതിൻ്റെ അർത്ഥം, പെട്ടെന്ന് ഓടാൻ ചാടാനൊക്കെ കഴിയുന്ന ആളാണ്, അറിയാതെ നമുക്ക്. Despair means to lose hope, നിരാശനാവുക. Falsify നമുക്കറിയാലോ, to make false by adding or changing, അതായത് കൃത്രിമം കാണിക്കുന്നതിനാണ് റെക്കോർഡിലൊക്കെ നമുക്കറിയാത്. അടുത്തത് തിരുത്തുക, അതാണ് അതുകൊണ്ട് നമുക്കറിയാത്. Resign means to give up, രാജിവെക്കുക എന്നൊക്കെ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. Coincidence means an accidental sequence of events, യാദൃച്ഛികതയാണ്. Fidget, to behave nervously and restlessly, നമുക്കറിയാം പ്രിൻസിപ്പലിന്റെ പെരുമാറ്റം ഓർമ്മണ്ടല്ലോ. Dismay എന്ന് പറഞ്ഞാൽ loss of courage in the face of trouble. Noun ആവുമ്പോൾ അത് വെർബായിട്ട് ഉപയോഗിക്കാം. Noun ആവുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകും, നമുക്ക് ധൈര്യം നഷ്ടപ്പെടുന്നതിനാണ് എന്തെന്ന് പറയാ, ഡിസ്മേ എന്ന് പറയാം. അപ്പൊ noun ആവുമ്പോൾ എന്താവുക, അല്ല വെർബ് ആവുമ്പോൾ എന്താവുക, ലോസ് എന്നുള്ള ടു ലോസ് കറേജ് എന്ന് വരും, അറിയാലോ, അത് നഷ്ടപ്പെടുക എന്നാവും. അടുത്തത് മസ്റ്റർ, ടു ഗ്യാദർ ഓർ ടു സമൺ അപ്പ്, അറിയാലോ. വൈ, ഡിസ്കസ്റ്റിംഗ് ഓർ അൺപ്ലസന്റ്, അരുചികരമായ അതല്ലെങ്കിൽ സന്തോഷമില്ലാത്ത എന്നൊക്കെ അതിന്റെ സെൻസ് വരും, വെറുപ്പുണ്ടാക്കുന്ന. നെക്സ്റ്റ്, ഈവ്സ്ഡ്രോപ്പ്, ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കൺവെർസേഷൻ, നമുക്കറിയുന്നതാണ്. ബീൻപോൾ മീൻസ് സ്ലാങ് ഫോർ എ ടോൾ തിൻ പേഴ്സൺ. സ്ലാങ് എന്ന് പറഞ്ഞാൽ നാട്ടുംപുറത്തെ ഭാഷയാണ്, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ഒരു നാടൻ ഭാഷയാണ് ഇത്. ബീൻപോൾ ഓക്കെ ആണല്ലോ, ഇത് മനസ്സിലാകത്തില്ലല്ലോ, ക്ലിയർ ആണല്ലോ, എല്ലാവരും ശരിയല്ലേ? എല്ലാവരും യു ഹാവ് ടു മാർക്ക് ടിക്ക് ദർ റൈറ്റ്. ആൻഡ് ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. That is the continuation of the same activity. What you have to do is you have to fill in the blanks here with the words which was there or which were there in the column A. I think you got it right. You have to fill in the blanks with the words which were there in column A. Okay, try to do it. നിങ്ങൾ അടുത്ത വാക്കുകൾ മുമ്പിലുണ്ടാവും, ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ടുണ്ടാവും, അത് വെച്ചിട്ട് നോക്കി എഴുതാ വേണ്ടത്. റെഡി. ഫസ്റ്റ് വൺ ഈസ് ഡാഷ് people are usually good athletes. Good athletes. Dash people are usually good athletes. Martha tried not to dash over the bad news. What a dash! I wasn't expecting to see you here, the principal said to Martha. She could not help but Mr. Smith was not ready to dash the records
to hide the truth. The thought that she may lose the jacket was the reason for her dash. The dash comments of Mr. Boone made her upset. She couldn't dash enough courage to ask her grandfather for the money. പോസ് ചെയ്ത് മക്കൾ ചെയ്യണം കേട്ടോ. ടെക്സ്റ്റ് നോക്കി പോസ് ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്യണം. ചെയ്തതിന് ശേഷം ചർച്ചയ്ക്ക് പോകേണ്ടത് നിങ്ങൾ ചെയ്യാൻ പോസ് ചെയ്താൽ മതി, വെയിറ്റ് ചെയ്യേണ്ടതില്ലല്ലോ. ഓക്കെ, റൈറ്റ്, വി ക്യാൻ മൂവ് ഓൺ. ദിസ് ആർ ദ സാമ്പിൾ ആൻസേഴ്സ്. Agile people are usually good athletes. നല്ല ഓടാൻ ചാടാൻ കഴിവുള്ള ആൾക്കാർ സാധാരണഗതിയിൽ കായിക താരങ്ങളാവും. റെഡിയല്ലേ? മാർത്ത tried not to be dismayed over the bad news. അത് കേട്ടപ്പോൾ ധൈര്യം ചോർത്തപ്പെടാതിരിക്കാൻ കോസ്റ്റ്ലി സെൻസ് വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് ഒരു പാസീവ് രൂപത്തിൽ നമ്മൾ കൊടുത്തത്. നഷ്ടപ്പെടുത്തപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യുക, നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചു. വാട്ട് എ കോയിൻസിഡൻസ്, എന്തൊരു യാദർശികതയാണ്, നിന്നെ അവിടെ കാണുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല. ഷീ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ഈസ്ട്രോക്ക്, സാഹചര്യം നമുക്കറിയാം, അവർക്ക് ഇങ്ങനെ കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ അത്രയും പെട്ടുപോയതാണ്, അതറിയാലോ. കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ആശയം നമുക്കറിയാം. കുഡ് നോട്ട് അവോയ്ഡ് സെൻസ് വരാം, അത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല, അത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞാലുള്ള സെൻസ് ആവുക. റെഡിയല്ലേ? Mr. Smith was not ready to falsify records to hide the truth. സത്യം മറച്ചു വെക്കാൻ, റെക്കോർഡ് തിരുത്താൻ ആര് തയ്യാറായില്ല? സ്മിത്ത് തയ്യാറായില്ല. The thought that she may lose the jacket was the reason for her despair. അത് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു നമുക്ക് നിരാശക്ക് കാരണം. While comments of Mr. Boone made her upset. അവിടെ മോശമായ ഏത് അദ്ദേഹത്തിന്റെ കമന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിമാർക്കുകൾ, അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ പിന്നെ അവളെ ഷോക്ക് ചെയ്തു അല്ലെങ്കിൽ സ്തബ്ധയാക്കി. റെഡിയല്ലേ? അറിയാലോ, മെക്സിക്കനാണ്, മറ്റുള്ള തരത്തിലുള്ള കമന്റുകൾ അറിയാലോ. ഷീ കുഡിന്റ് മസ്റ്റർ ഇനഫ് കറേജ് ടു ആസ്ക് ഹർ ഗ്രാൻഡ്ഫാദർ ഫോർ ദ മണി. ഗ്രാൻഡ്ഫാദറിനോട് പൈസ ചോദിക്കാനും മാത്രമുള്ള ധൈര്യം സംഭരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ക്ലിയർ അല്ലേ മക്കൾ? ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ആൻഡ് യുവർ ആൻസേഴ്സ് ആർ കറക്റ്റ്. റൈറ്റ്, കൺഗ്രാറ്റ്സ്. ശരിട്ടോളിട്ടോ, മേക്ക് നോക്കി ശരിട്ടോളൂ. റൈറ്റ്, നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവിറ്റി 3. നല്ലോ ശ്രദ്ധിക്കണേ. Read the following sentence from the start. The small Texas school that I went to had a tradition. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. മനസ്സിലുള്ള it is there in your mind, right? ഇവിടെ നോക്കി, എന്താണ് ഈ ചുവപ്പ് കൊടുത്ത സാധനം? എന്താ നോക്കോ. What does the word valedictorian mean? You can get the meaning of the word from the definition given by the writer. അവർ പറയുന്നത് എന്താ valedictorian എന്ന് പറഞ്ഞാൽ എന്താണ് അവർ വിശദീകരിക്കുന്നത്? The student who had maintained the highest grade for 8 years. തിരിച്ചു പറഞ്ഞാൽ the student who had maintained the highest grade for 8 years ന്റെ one word ആണ് valedictorian. ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചു നോക്കൂ. Here you can see some one words and its meaning is there, not as such. അങ്ങനെ എല്ലാവരും അതിന്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. You have to guess the meaning and write it. Clear അല്ലേ മക്കളെ? Okay, look at the examples given below and try to find out the meanings of the words highlighted from the contextual clues given in the sentence. അതിന് ഗസ് ചെയ്യാനാണ്, കണ്ടെത്താനാണ്. നോക്കൂ, അടുത്ത് Manu is a polyglot. He knows several languages. അപ്പൊ എന്താ polyglot? നമുക്ക് അത് കിട്ടും. ഒന്ന് മനസ്സിൽ എഴുതി വെക്കുക, ആലോചിച്ച് മനസ്സിലാക്കി എഴുതി വെക്കുക. The hurricane began as an amorphous mass, a shapeless group of clouds. എന്താണ് amorphous? അവിടെ ഉണ്ട്, നോക്കി എഴുതാൻ ശ്രമിക്കുക. അതുപോലെ എഴുതി വെക്കല്ല, അതിന്റെ അർത്ഥം കണ്ടെത്തിയിട്ട് എഴുതണം കേട്ടോ. അത് പിന്നെ മനസ്സിലാക്കി ഗസ് ചെയ്തിട്ട് എഴുതുക. When I disparaged him, he put me down in the same way. Ready? When I disparaged, he put me down in the same way. She was not simply happy to receive the gift. She was euphoric. The sleep clinic treats somnambulists, people who walk in their sleep. മനസ്സിലാക്കിയിട്ട് എഴുതപ്പെട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല.
അതായത് ഇവിടെ നമ്മളത് നോക്കിയാൽ ഇതിന്റെ കറക്റ്റ് എന്താ പോളിഗ്ലോട്ട് എന്നുള്ളതിന്റെ അർത്ഥം കിട്ടും. ഇതേപോലെ നമ്മൾ ആ വാൾഡിക്ടോറിയന് കിട്ടിയതുപോലെ അത് എഴുതാൻ വേണ്ടത് കേട്ടോ, ഗസ് ചെയ്ത് എഴുതാൻ വേണ്ടത്. ഓക്കെ, റൈറ്റ്, പോസ് ചെയ്ത് എഴുതണേ. ലെറ്റ് us see the answers. One is a polyglot, that means one who knows several languages. Multilingual എന്ന് വേറെ വാക്കുണ്ട്, സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പല പരീക്ഷകളിലൊക്കെ വരുന്ന PSC പോലുള്ള പരീക്ഷകളിലൊക്കെ വരുന്നതാണ് ഈ പോളിഗ്ലോട്ട്. പോളി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കൂടുതൽ എന്ന അർത്ഥം. പോളിഗമി, പോളി ടെക്നിക്ക്, പോളിമർ, കുറെ വാക്കുണ്ട് പോളി വെച്ചിട്ട്. പോളി എന്ന് പറഞ്ഞാൽ കൂടുതൽ, മെനി എന്നുള്ള സെൻസാ വരിക. റെഡിയല്ലേ? ഒരുപാട് ഭാഷ അറിയുന്ന ആളാണ് polyglot. Clear? Next one is the hurricane began as an amorphous mass. Amorphous means having no definite form or distinct shape. കൃത്യമായ രൂപമോ പിന്നെ ആകൃതിയോ ഇല്ലാത്തതിനെയാണ് നമ്മൾ അമോർഫസ് എന്ന് പറയുന്നത്. അത് അവിടെ ക്ലിയർ ആണ്. അവിടെ അടുത്ത് ഐ ഡിസ്പറേജ്ഡ് ഹിം, ഞാൻ അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഇൻസൾട്ട് ചെയ്തു, റബ്യൂക്ക് ചെയ്തു, അല്ലെങ്കിൽ മോശമായിട്ട് ഞാൻ അദ്ദേഹത്തെ പെരുമാറി, അദ്ദേഹത്തെ ഡിസോണർ ചെയ്തു. അപ്പോ ഹി പുട്ടുമീഡ എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യണം. പുട്ടാണ് അങ്ങനെ അർത്ഥം കേട്ടോ, പുട്ടാന്ന്. അപ്പൊ ആ അർത്ഥം അവിടെ കൊടുക്കേണ്ടത് എക്സ്പ്രസ് എ നെഗറ്റീവ് ഒപ്പീനിയൻ ഓഫ്, അല്ലെങ്കിൽ ഡിസ്ക്രെഡിറ്റ് ഓർ ഇൻസൾട്ട്. ഇനി ഒരു കുട്ടി പുട്ട് ഡൗൺ സെൻസ് ചെയ്താൽ അതേ അർത്ഥമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുക. ഇപ്പൊ ഡിസ്പ്രേജൻ എന്ന് പറഞ്ഞാൽ ഒരു അപമാനിക്കുക, ഇൻസൾട്ട് ചെയ്യാനൊക്കെ സെൻസ് വരും മലയാളത്തിൽ. അതിന് ഷി വാസ് നോട്ട് സിംപ്ലി ഹാപ്പി ടു റിസീവ് ദ ഗിഫ്റ്റ്, ഷി വാസ് യുഫോറിക്. എന്താ അതിന്റെ അർത്ഥം? വെറും ഒരു സന്തോഷം ഉണ്ടായതല്ല സമ്മാനം കിട്ടിയപ്പോൾ ഉണ്ടായത്. അവള് വളരെ ആവേശത്തിലാകും, അങ്ങേറ്റത്തൊരു അതിയായ വല്ലാത്തൊരു സന്തോഷാവസ്ഥക്കാണ് യുഫോറിക് എന്ന് പറയും. ക്ലിയർ അതുള്ള അവസ്ഥക്കാണ് യുഫോറിക് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവാണ്, അറിയായിരിക്കും നിങ്ങൾക്ക്. എക്സാജറേറ്റഡ് ഫീലിംഗ് ഓഫ് വെൽബീയിങ് ഓർ ഇലേഷൻ. സ്ലീപ് ക്ലിനിക് ട്രീറ്റ്സ് സൊംനാംബുലിസ്റ്റ്. ചില സൊംനാംബുലിസ്റ്റ് അത് അതുപോലെ അർത്ഥമുണ്ട്. someone who walks about in their sleep. ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന, സ്വപ്നം നടത്തുന്ന ആളുകളെയാണ് എന്തെന്ന് പറയാ, സൊംനാംബുലിസ്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ എല്ലാവരും? ഓക്കെ, നൗ അടുത്ത ടാസ്ക് ആണ്. അടുത്ത ഇതിലേക്ക് പോവാ നമ്മൾ. നോക്കണേ. The principal muttered something I couldn't understand under his breath and walked over to the window. ടെക്സ്റ്റിലെ വാക്കാണ് നമുക്കറിയാം. His face looked as happy as and innocent as babies, but I knew better. മക്കളൊന്നും ആലോചിക്കും, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ആക്ടിവിറ്റി ഇത് നമ്മൾ ബന്ധം എന്താ? അണ്ടർ ഹിസ് ബ്രത്ത് എന്ന് പറയുമ്പോൾ നേരെ ആലോചിക്കുമ്പം ശ്വാസത്തിന് താഴെ എന്നൊക്കെ അർത്ഥം വരിക. ഐ ന്യൂ ബെറ്റർ എന്ന് പറഞ്ഞാൽ നന്നായി അറിയാൻ അർത്ഥം വരുള്ളൂ. പക്ഷെ ആ അർത്ഥത്തിലാണോ അവരോട് ഉപയോഗിച്ചത് ഈ രണ്ട് വാക്കുകളും? അല്ല. നമ്മൾ നേരത്തെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്തു, വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ. അതുപോലെ തന്നെ എന്ത് മനസ്സിലാക്കിയ വൺ വേർഡുകൾ, കുറച്ച് വൺ വേർഡ് പഠിച്ചു. ഇനി അടുത്തൊരു സാധനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അടുത്തൊരു ആശയത്തിലേക്കാണ്, കോൺസെപ്റ്റിലേക്കാണ്. നല്ലോണം ശ്രദ്ധിക്കണം. അണ്ടർ ഹിസ് ബ്രത്ത് നമ്മൾ ചെയ്ത നമ്പറിലൊക്കെ പഠിച്ചത് നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ അണ്ടർ ഹിസ് ബ്രത്തിന്റെ നേരെ അർത്ഥം എന്താ? അവിടെ ദ ഇഡിയം അണ്ടർ ഹിസ് ദ ബ്രത്ത് മീൻസ് സ്പീക്കിംഗ് വെരി സോഫ്റ്റ്ലി ഇൻ എ ലോ വോയിസ്. മാർത്തക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയും ചെറിയ താഴ്ന്ന ശബ്ദത്തിൽ സംസാരിച്ചു എന്നതിന് അർത്ഥമുള്ളൂ. ന്യൂ ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇഡിയം എന്താണ്? മീൻസ് ടു ബി വൈസ് ഇനഫ് ടു റെക്കഗ്നൈസ് സംതിങ് ആസ് റോങ് ഓർ നോട്ട് പോസിബിൾ. ചിലത് തെറ്റാണ്, അതല്ലെങ്കിൽ അത് നടക്കാത്തതാണ് തിരിച്ചറിയാനുള്ള ആ ഒരു വിവേകത്തിനാണ് ഇവിടെ ന്യൂ ബെറ്റർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? നമുക്ക് അവിടെ ഓർമ്മ ഉണ്ടാവും. പിന്നെ രണ്ടാമത് അവിടെ തന്നെ ഉണ്ട്, ആരെങ്കിലും ഇവിടെ ഉണ്ട്. സ്മിത്തിനെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കണ്ടപ്പോൾ ഒരു അവസ്ഥയാണ്, അതറിയാലോ. ഇനി മക്കൾ ശ്രദ്ധിക്കണേ, എന്താണ് ഈ രണ്ട് സാധനങ്ങളും? അണ്ടർ ഹിസ് ബ്രത്തും അതുപോലെ തന്നെ ന്യൂ ബെറ്റർ എന്താണ്? അത് ഇഡിയംസ് ആണ്. എന്താണ് ഇഡിയംസ്? എന്താ ഇഡിയം എന്ന് പറഞ്ഞാല് ഇഡിയാമാറ്റിക് എക്സ്പ്രഷൻസ് ഓർ ഫ്രേസസ് ഹൂസ് മീനിങ് ഇസ് ഡിഫറെന്റ് ഫ്രം ദ മീനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ വേർഡ്സ്. നമ്മൾ കഴിഞ്ഞെല്ലാം പഠിച്ചതാണ്. അതിന്റെ ഓരോ വാക്ക്, അതായത് ബ്രത്തും ഹിസ്സും അണ്ടറും അതിന്റെ അർത്ഥം, അതേപോലെ തന്നെ ഏതും പിന്നെ അണ്ടർ ഹിസ് ബ്രത്തും നമ്മൾ അർത്ഥത്തിൽ യാതൊരു ബന്ധമില്ല. അങ്ങനെ അതിലുള്ള ഘടകവാക്കുകളുടെ അർത്ഥത്തിന് വ്യത്യസ്തമായ മൊത്തത്തിലാശയം കാണിക്കുന്ന പ്രയോഗങ്ങളാണ് ഇത് ഇഡിയംസ്. കഴിഞ്ഞ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബ്ലാക്ക് ഷീപ്പ്, നമ്മൾ കഴിഞ്ഞ പഠിച്ചൊരു വാക്കാണ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ബ്ലാക്ക് ഷീപ്പ് പറഞ്ഞാൽ? കറുത്ത ആട് എന്നല്ല, ഒരു കൂട്ടത്തിൽ മോശപ്പെട്ട ആളുള്ള സെൻസിലാണ് ഉപയോഗിക്കുക. ഇഡിയംസ് വളരെ രസമുള്ള പ്രയോഗങ്ങളാണ്. തിരിച്ച് ഓരോ ദിവസം 1-2 ഇഡിയംസ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ എന്താണ് ഇഡിയം എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിലെ ഘടക വാക്കുകളുടെ അർത്ഥവുമായിട്ട് ബന്ധമില്ലാത്ത
ഒരർത്ഥം കാണിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്, ഒരു പ്രയോഗമാണ് ഏത് ഇഡിയം. കുറച്ചെണ്ണം പരിചയപ്പെടാം. നോക്ക്. Here the idiom knew better means to be wise enough to be ചർച്ച ചെയ്ത് വന്നത് ക്ലിയർ ഉണ്ടല്ലോ. ഇനി നോക്കാം കേട്ടോ. ലുക്ക് അറ്റ് എന്ന് ഓർക്കാൻ വേണ്ടി എടുത്ത് കാണിച്ചു, നമ്മൾ ശ്രദ്ധിക്കണേ. ഇനി ലെറ്റ് us look at some more examples. അതുപോലുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ്, ശ്രദ്ധിക്കണേ. The actor cut a sorry figure. ഈ cut a sorry figure എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊക്കെ കൊടുത്ത to make poor impression, വേണ്ടത്തൊരു മതിപ്പുണ്ടായില്ല എന്നാ അതിന്റെ അർത്ഥം. ക്ലിയർ അല്ലേ? The subject is Greek and Latin. അത് ഗ്രീക്കിലും ലാറ്റിനിലും ആണെന്നല്ല അതിന്റെ അർത്ഥം. എന്താ അർത്ഥം? അത് വളരെ പുതിയതാണ്, സ്ട്രേഞ്ച് ആണെന്നാണ്. അത് മനസ്സിലായതാണ് അതിന്റെ അർത്ഥം. റെഡി അല്ലേ? I am at my wits end. എന്റെ ബുദ്ധിന്റെ തലക്കൽ നല്ല അതിന്റെ സെൻസ്. Puzzled, ആകാശക്കുഴപ്പത്തിലായി എന്നാണ്. When a crisis comes you must rise to the occasion. സാഹചര്യത്തിനനുസരിച്ച് ഉയരുക എന്ന് പറയാൻ നമ്മുടെ ജോലി കൃത്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പരീക്ഷ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഗവൺമെന്റ് നമ്മുടെ ഭാവിന്റെ കാര്യമാണ്. ഗവൺമെന്റ് അതുപോലെ നിങ്ങളെ ഭാവി കളയെടുക്കാനാണ് പരീക്ഷയൊക്കെ നടത്തുന്നത്. നമുക്കറിയാം, ഒരു വർഷം വേസ്റ്റ് ആവാതിരിക്കാൻ കൃത്യമായിട്ട് നമ്മൾ പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ച് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സുകളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കാരണം പാഠം കഴിഞ്ഞ ശേഷം അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പൊ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് എവാലുവേഷനിൽ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഗ്രാമർ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. റെഡി തന്നെ? ബാക്കിയൊക്കെ നമ്മൾ പരിചയപ്പെടും. 4 വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. ഇനി ഒരുപാട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്യും. ഇപ്പം പറഞ്ഞുകൊണ്ടുവന്നത് എന്താണോ ആ സാഹചര്യം അതിനനുസരിച്ച് നന്നായി ചെയ്യുന്നതിനാണ് റൈസ് ടു ദ ഒക്കേഷൻ എന്ന് പറയാം. ഇനി ദ പ്രൈസ് ആർ റൈസിംഗ് ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. അത് പ്രയോഗമാണ്. റാപ്പിഡ്ലി, പെട്ടെന്ന്. നമുക്കറിയാം ഇപ്പൊ പലതിനും വിലകൾ അങ്ങനെയാണ്. The 11th hour he decided to apply for the post. അവസാന മൊമെന്റിൽ എന്നാണ് 11th hour എന്ന് പറഞ്ഞാൽ. If you work by fits and start, by fits and start എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സ്ഥിരത ഇല്ലാതെ നീ പ്രവർത്തിച്ചാൽ, നീ വർക്ക് ചെയ്യുകയാണെങ്കിൽ നീ വിജയിക്കൂല എന്നാണ്. എല്ലാത്തിനും ഒരു കൃത്യത, സ്റ്റഡി ആവണം. സ്റ്റഡി പെർസിസ്റ്റൻസ് ഉണ്ടാണ്. അതിനെ നമ്മൾ പെർസീവിയറൻസ് എന്നൊക്കെ പറയും. മനസ്സിലായിട്ടുണ്ടാവും. ഒരു കൃത്യമായ ഒരു പ്ലാനോട് കൂടി, കൃത്യമായ ഒരു ഉത്സാഹത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം. റെഡി അല്ലേ? ഐ സ്റ്റാൻഡ് ബൈ യു ത്രൂ തിക്ക് ആൻഡ് തിൻ. വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. തിക്ക് ആൻഡ് തിൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞും തടിച്ചൊന്നല്ല ഇവിടെ അർത്ഥം. നല്ല സമയത്തും മോശമായ സമയത്തും. പലപ്പോഴും നല്ല സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു സോളിറ്റ്യൂഡ് കവിത ഒക്കെ പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ട് 8ാം ക്ലാസ്സിൽ. നമുക്ക് പൈസ ഉണ്ടാകും, നമ്മൾ നല്ലൊരവസ്ഥയിലാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് മോശം സമയം വരുമ്പോൾ ആരുണ്ടാവും. പക്ഷെ ഇങ്ങനെയല്ല. അതെല്ലാം ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും, നല്ല സമയത്തും മോശം. ഇപ്പൊ നമുക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നത് ഒക്കെ ഇഡിയംസ് ആണ്, അതിന്റെ അർത്ഥങ്ങളാണ്. ഈ അർത്ഥങ്ങളൊക്കെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് ആയ വാക്കുകളുണ്ടല്ലോ, ഈ ഒറ്റപ്പെട്ട വാക്കുകൾ നമ്മൾ സെഗ്രിഗേറ്റഡ് ആക്കി എടുത്താലല്ലേ, ഓരോന്നും മുറിച്ചെടുത്താൽ അർത്ഥമായിട്ട് ബന്ധമില്ല. അതൊന്നും നമുക്കറിയാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് കുറച്ച് ഇഡിയം പരിചയപ്പെട്ട് നിങ്ങൾ സ്വന്തം കണ്ടെത്തി ചെയ്യല്ലോ. ടിൽ ദ കൗസ് കം ഹോം. ടിൽ ദ കൗസ് കം ഹോം, അതൊരു ഇഡിയാണ്. എന്താ അതിന്റെ അർത്ഥം? ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഡിക്ഷണറി നോക്കിയിട്ട് എന്ത് ചെയ്യാം, എഴുതും ചെയ്യാം. അതാണ് ഏറ്റവും ബെറ്റർ. അത് സെന്റൻസ് വിച്ച് കണ്ടെയ്ൻ സർട്ടൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്. The sentences and write the meanings of the idioms. അങ്ങനെ എഴുതാൻ ആരും പറ്റുമെങ്കിൽ എഴുതാം. നല്ലത് ഡിക്ഷണറി നോക്കിയാൽ അത് കിട്ടും. ഇപ്പം നേരെ നോക്കിയാൽ നല്ല ഡിക്ഷണറിയിൽ ഇതിന് ഇപ്പം കൗന്ന് ഏതൊരു വാക്ക് നോക്കിയാൽ എന്ത് ചെയ്യും, കൗസ് നോക്കിയാൽ അതിൽ ഈ വാക്കുകൾ ഇതേപോലെ ഉണ്ടാവും. റെയിൻ എന്നുള്ള വാക്ക് നോക്കിയാൽ ഉണ്ടാവും റെയിൻ, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ്. റെഡി അല്ലേ? അപ്പൊ ഒന്ന് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. Next one is, oh, it is raining cats and dogs. Radhika was tickled pink by the good news. This was closed an arm and a leg. We are all in the same boat. I'll clean the toilet when pigs fly. മക്കള് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. പോസ് ചെയ്ത് സമയം ചെയ്താൽ മതി. നിങ്ങളെ ബുക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി. We are going to the sample answers for the meanings. അത് മീനിങ്ങിലേക്ക് പോവാണ്. See, till the cows come home എന്നതിന്റെ അർത്ഥം for a very long time എന്നാണ്. ഒരുപാട് നേരം ചർച്ച ചെയ്യാം. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ റെയിനിങ് ഹെവിലി, ശക്തിയായി മഴ പെയ്യുക എന്നാണ്. ടിക്കിൾഡ് പിങ്ക് എന്ന് പറഞ്ഞാൽ ഡിലൈറ്റഡ്, അങ്ങേറ്റത്തെ ആനന്ദാണ്. ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സസീവ്ലി ഹൈ പ്രൈസ്, വളരെ വലുത്. സോൾഡ് ഫോർ എ സോങ്, വേറെ വ്യത്യസ്തമായ അർത്ഥത്തിൽ വരുന്ന വേറെ ഇടിയാണ് സോൾഡ് ഫോർ എ സോങ്. പിന്നെ പഠിക്കാം. ഇതിന്റെ അർത്ഥം
എക്സസീവ്ലി ഹൈ പ്രൈസ്, വളരെ ഉയർന്ന വില എന്നാണ്. ഇൻ ദ സെയിം ബോട്ട് എന്ന് പറയുന്ന സെയിം ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ് ആസ് അതർ, മറ്റോന്നുള്ള അതേ ദുരവസ്ഥയിൽ തന്നെയാണ്, പ്രയാസമുള്ള അവസ്ഥയിൽ തന്നെയാണ് ഞാൻ പറയുന്ന ആളും എന്നർത്ഥത്തിലാണ്. എ വേ ഓഫ് സേയിങ് ദാറ്റ് സംതിങ് വിൽ നെവർ ഹാപ്പൻ. മനസ്സിലായിട്ടുണ്ടാവും. കാക്ക മലന്ന് പറക്കുമ്പോൾ നമുക്ക് കാണാന്നൊക്കെ പറയുന്ന നേരത്തെ പ്രയോഗമാണത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സംഭവിക്കൂല എന്ന് പറയാനാണ് വെൻ പിക്സ് ഫ്ലൈ എന്ന് ഉപയോഗിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവില്ല ആ കാര്യങ്ങൾ. ഇതൊക്കെ നല്ല രസകരമാണ് കേട്ടോ. നമ്മൾ ഈ ഇഡിയംസ് പഠിക്കുക, അതുപോലെ തന്നെ ഫ്രേസസ് പഠിക്കുക, അത് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക, ഒക്കെ നല്ല രസമാണ്. ഒരു ദിവസം 1-2 ഇഡിയംസ് മാത്രമല്ല, നമ്മൾ ഉയർന്ന തലത്തിൽ വരുമ്പോൾ ഏത് പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും അതിൽ 1 വേർഡ് ഉണ്ടാവും, അതുപോലെ ഇഡിയംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ആന്റണിംസ്, സിനണിംസ്, വൊക്കാബുലറി നന്നായി പഠിച്ചെങ്കിലേ ഒരുപാട് മാർക്കുകൾ നമുക്ക് അതിന് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോഴേ ഇത്തിരി നമ്മളിങ്ങനെ സ്വന്തം ഡിക്ഷണറിയിൽ, നമ്മളെ മൈ ഓൺ ഡിക്ഷണറിയിൽ ഇതൊക്കെ കണ്ടെത്തി എഴുതി ഡിക്ഷണറിയിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നന്നായി പഠിച്ചാൽ that will be very useful and helpful for you for your career, right? Okay dears, hope you have learned what we have discussed. Thank you for watching. If you haven't subscribed, please subscribe. Meet you again. Till that, goodbye.